ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെന്നുള്ളത് കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലാണ്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഫ്രണ്ട് വശത്ത് എത്തിയിരിക്കുകയാണ്. പിള്ളേർക്കും ഫാമിലിക്കൊക്കെ വന്ന് കുറച്ച് നേരം റിലാക്സ് ആയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ വലിയവർക്ക് ചെറിയവർക്ക് അങ്ങനെ രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഉള്ളത്. അകത്ത് നമുക്ക് വന്ന് കുറേ നേരം റിലാക്സ് ആയിട്ടിരിക്കാം. നല്ല നല്ല അന്തരീക്ഷവും നല്ല കാറ്റും, പിന്നെ കായലിൻ്റെ കാറ്റ് പറയണ്ടല്ലോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു, ശാന്തമായിരുന്നു. കുട്ടികൾക്ക് വന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കളിക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണിത്. കൊല്ലക്കാർക്കെല്ലാം സുപരിചിതമാണ് ഈ സ്ഥലം. മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാവുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ കുട്ടികളുമായിട്ട് നിങ്ങളൊന്ന് വന്ന് നോക്കേണ്ട സ്ഥലം തന്നെയാണിത്. കാരണം മരത്തിൻ്റെ താഴെയാണിത് മൊത്തവും. കായലിൻ്റെ കാറ്റോട് കൂടി ചേർന്ന് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാം. ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ട ഊഞ്ഞാൽ, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ഇതിനകത്ത് തന്നെ ഐസ്ക്രീം. നമുക്ക് ഒരു ദിവസം ഇതിനകത്ത് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ആൾ കുറവാണ്. ആൾ കുറവെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല ഏരിയ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെയായിട്ട് ആളുകൾക്ക് ഇരിപ്പുണ്ട്. നല്ല നല്ല മരങ്ങളും പിന്നെ നല്ല നല്ല ശില്പങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഡിയൻകുട്ടനും അമ്മൂസും കൂടി ആദ്യം തന്നെ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ വേറെ രണ്ട് പിള്ളേർ എന്തോ ഒരു സംഭവത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നു. പിള്ളേർക്ക് ഓടിയും ചാടിയും കളിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. വലിയ ചാർജുകളൊന്നുമില്ല. 25, 15, 20 അങ്ങനെ എന്തോ ഇതാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മളിവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഓരോന്നിങ്ങനെ വഴിയെ കണ്ടുവരാം. ഇതേപോലെ ഓരോ പോർഷനിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കായലിൻ്റെ സൈഡിലൊന്ന് ഫാമിലിയായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഇരിക്കാം. നല്ല നല്ല അടിപൊളി ഒരു അന്തരീക്ഷം. നല്ല കാറ്റായിരുന്നു കേട്ടോ, അതുകൊണ്ട് ചൂട് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ഏതോ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. വന്ന് അവരേതായ രീതിയിൽ ഓടിയും ചാടിയും ഒക്കെ കളിക്കുകയാണ്. സംഭവം ഇവിടെ കേരളത്തിലുള്ള കുട്ടികളല്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വണ്ടി നിറയെ ഉണ്ട്. അപ്പോൾ അവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. എല്ലാവരും ഓരോ റൈഡിലാണ്, എല്ലാവരും ബിസിയിലാണ്. അവർ വന്ന് അവരെ തന്നെ മറന്ന് ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഇത് വ്യായാമം ചെയ്യാനുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഓരോരുത്തരും ഓരോന്നും പരീക്ഷിച്ച് നോക്കുവാണ്. എല്ലാവരും ഹാപ്പിയാണ്. കുറേ കുട്ടികൾ അപ്പുറത്തെ വശത്തുണ്ട്, വേണ്ടില്ലേ. ഓരോരുത്തരും ഓരോന്നിനകത്താണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്നിലേക്ക് ഓടും, ഒന്ന് കഴിയുമ്പോൾ അടുത്തൊന്നിലേക്ക് പോകും. പരിശ്രമങ്ങളാണ് ഓരോരുത്തരുടെ. ഓരോന്നിനകത്തും എങ്ങനെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഈ സംഭവം അടിപൊളിയാണ്, പക്ഷേ അതിനകത്ത് വെള്ളം നിറച്ച് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതെല്ലാം നമ്മൾ പൈസ കൊടുത്താണ് പോകേണ്ടത്. അപ്പോൾ ശ്രദ്ധപ്പെട്ടൊരു പയ്യനാണത്. ആ പയ്യനെ ചെവി കേൾക്കില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ടപ്പോൾ എന്നെ എന്തോ കളിയാക്കി, എന്നിട്ടൊന്നും പോയി. കണ്ടില്ലേ, അവർ കൂടെ വന്നവർ തന്നെയാണ്. പക്ഷേ നല്ല പിള്ളേരായിരുന്നു കേട്ടോ. നല്ല കുരുത്തക്കേടൊന്നും ഇല്ലാത്ത നല്ല പിള്ളേരായിരുന്നു. ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിയോൻകുട്ടനും പയ്യെ സൈഡിൽ കൂടി കയറുന്നുണ്ട്. ഡിയോൻകുട്ടന് അങ്ങനെ ഇതിനകത്തൊന്നും കയറിയ വലിയ പരിചയങ്ങളൊന്നും ഇല്ല. എന്നാലും ഒരു ശ്രമം നടത്തി നോക്കുവാണ്. വിജയിക്കുമോ എന്നറിയാൻ വയ്യ. ഒറ്റക്കയിലൊക്കെ തൂങ്ങി ചാടിയും മറിഞ്ഞും അവരേതായ ലോകത്ത് അവർ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ
അവർക്ക് ഐസ്ക്രീമിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ അവരെ സാറാന്ന് തോന്നുന്നു പിള്ളേർക്കെല്ലാം ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ട് ഞങ്ങളും ഐസ്ക്രീം മേടിച്ചു. വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ കുട്ടികളിങ്ങനെ ചാടിയും ഓടിയും അവരൊരു ആക്ടിവിറ്റീസിൽ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. കുറേ നാളുകൾക്ക് ശേഷം മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നിയൊരു ദിവസമാണത്. ആ സ്കൂളിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് സെൻറ്റ് ജോസഫ് അങ്ങനെ എന്തോ ആണ്. തമിഴ്നാടാണ് സംഭവം. കണ്ടില്ലേ, നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ 1-2 പേരൊക്കെ അതിനകത്ത് കയറുന്നത് കണ്ടില്ലേ. അതിനകത്തുണ്ട് എല്ലാവരും. കണ്ടേ, നമ്മുടെ പുള്ളിക്കാരൻ വീണ്ടും വരുന്നുണ്ട്. പുള്ളിക്കാരന് ചെവി കേൾക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഐസ്ക്രീം കിട്ടിയത് കൂട്ടുകാരന് കൊണ്ട് കൊടുക്കുകയാണ്. സെൻറ്റ് ജോസഫ് പ്രൈമറി സ്കൂൾ അങ്ങനെയാണ് സ്കൂളിൻ്റെ പേര്. ഇതൊക്കെ അവനവിടെ ഓരോ റൈഡ് നോക്കിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്കാണ് എന്നെ പിന്നെയും കണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായി പയ്യെ അങ്ങ് തിരിഞ്ഞങ്ങ് പോയതാണ്. ഇനി അവൻ്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്. അടുത്ത ഐസ്ക്രീം മേടിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സെക്ഷൻ അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ ഫാമിലിയായിട്ട് ഒരു ദിവസം ഞങ്ങൾ പുറത്ത് വന്നു ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് പോയി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം. ഇതിൻ്റെ അകത്തോട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി കാണിക്കാനുണ്ട്. അത് 2ാമത്തെ ഭാഗത്തിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.